കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിൻ്റെ വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ കേട്ടു. ഇന്ന് അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകർ ഞങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ ശരീരത്തിലും അതുപോലെ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ പല പ്രയാസങ്ങൾ, പല പ്രശ്നങ്ങൾ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത പല പ്രയാസങ്ങളോടെ ഞങ്ങളെ കേൾക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും യേശു മതിയായവനാണ്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളിന്ന് ഭാരപ്പെടുന്ന ഈ വിഷയത്തിൻ്റെ, ആ പ്രശ്നത്തിൻ്റെ വിടുതലാണ് ഇന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉളവായ വചനമല്ല. ആരെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി എഴുതിയതോ അല്ലെങ്കിൽ ഒരു സഭ ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയതോ ഒന്നുമല്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളായത്. ഇത് മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉളവായതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടായതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമായിട്ട്, ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം ഭോഷ്ക് പറയുന്നവനല്ല, അവൻ വാക്കു പറഞ്ഞാൽ വാക്ക് പാലിക്കുന്ന കർത്താവാണ്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമ്മോട് സംസാരിക്കുന്നത്. അത് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ എടുത്തോണം, നമ്മുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ എടുത്തോണം. ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടാകും, എൻ്റെ ഭവനത്തിൽ അത് വിടുതലായിട്ട് വ്യാപരിക്കും, എൻ്റെ ഭവനത്തിൻ്റെ എല്ലാ ശാപങ്ങളും മാറി എൻ്റെ ഭവനം അനുഗ്രഹത്തിലേക്ക് വരാൻ തുടങ്ങും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ എൻ്റെ ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. ഭവനത്തിലെല്ലാവരും നിരാശയോടെ, ഭാരത്തോടെ, പരസ്പരം മിണ്ടാൻ പോലും കഴിയാതെ ദുഃഖത്തിൽ ആയിരിക്കുന്ന ചില ഭവനങ്ങൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുക. ഇന്ന് ഞാൻ പറയട്ടെ, ഈ വചനങ്ങളൊന്നും നിങ്ങൾ ഭവനത്തിൽ ഏറ്റെടുത്താൽ മതി. വചനം ജീവിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ എല്ലാ നിർജീവ അവസ്ഥകളെയും ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് നമുക്കിന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് ദൈവവചനമായിട്ട് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് വിടുതലായിട്ട് വ്യാപരിക്കും, സൗഖ്യമായിട്ട് വ്യാപരിക്കും, അനുഗ്രഹമായിട്ട് വ്യാപരിക്കും. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ ഗുണം കിട്ടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വചനം പറയപ്പെട്ടപ്പോൾ ആ വചനം ചുമ്മാതെയാന്ന് പറഞ്ഞ് വീട്ടിൽ പോയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കൽ 2-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നോർക്കെ പറഞ്ഞ്, എന്നാ ചെയ്തു? കേട്ടു. ഇവിടെ സഭായോഗത്തിൽ അല്ലെങ്കിൽ ഒരു വചന ശുശ്രൂഷയിൽ വന്നെന്ന് മാത്രമല്ല, എന്ത് ചെയ്യണം? അടുത്തിരിക്കാണ്ട് പറഞ്ഞ സൂക്ഷിച്ച് കേൾക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം,
കൈ അടിക്കണമെങ്കിൽ കൈ അടിച്ചോണം, സ്തോത്രം ചെയ്യണമെങ്കിൽ സ്തോത്രം ചെയ്തോണം. ചിലർ വചനം കേട്ടാൽ മതി, ഒരു ദൂത് ഇങ്ങോട്ട് വരുമ്പോളെ അവർ കസേരന്ന് ചാടി എഴുന്നേറ്റ് പിടിച്ചെടുക്കുന്നത് കാണാം. ഹല്ലേലൂയ. അവർക്ക് ചുറ്റും ഇരിക്കുന്ന ആരാന്നൊന്നും പരിപാടി അറിയത്തില്ല, അവർക്കത് വേണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവർ എടുത്തുകൊണ്ട് അങ്ങ് പോകും. ഹെവൻലി ഫീസ്റ്റിൻ്റെ ഉണർവിൽ ഞാൻ തളർന്നവനായിരുന്നു. കർത്താവ് എന്നെ ആക്കിയതിന് ശേഷം ആമോസിംഗ് ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൈഡിൽ, എൻ്റെ തൊട്ടടുത്ത്, എനിക്കന്ന് നിലത്തിരിക്കാൻ മേല, ഒരു ബെഞ്ചിൽ ഇരിക്കുമ്പോൾ എൻ്റെ തൊട്ട് സൈഡിൽ ഒരു സഭയുടെ വൈസ് പ്രസിഡൻ്റാണ് ഇരിക്കുന്നത്. അദ്ദേഹം സൈഡിലിരിക്കുന്നു, ഞാൻ ഇപ്പുറത്തിരിക്കുന്നു. ആമോസിംഗ് ബ്രദർ പറയാണ്, നിന്നിലൂടെ ലോകത്തിൻ്റെ ഉണർവ് ആരംഭിക്കും. ഹല്ലേലൂയ. ദൂത് ആരോടെന്ന് ചോദിച്ചാൽ എൻ്റെ തൊട്ടടുത്തിരുന്ന VVIPയോടാണ്. പക്ഷേ അദ്ദേഹം VVIP ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് കൈ അടിച്ച് സ്തോത്രം ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ആ വൈസ് പ്രസിഡൻറ്റിൻ്റെ പിശാച് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അദ്ദേഹം അവിടെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നു. പക്ഷെ എഴുന്നേക്കാൻ മേലാത്ത ഞാൻ ചാടി എഴുന്നേറ്റ് അതിങ്ങ് എടുത്തു. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സോ അങ്ങോട്ടായിരുന്നു ദൂത്, പക്ഷേ ഇങ്ങോട്ടിങ്ങ് എടുത്തു. കർത്താവിൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ വളരെ സ്വാർത്ഥനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർത്താവ് എന്തെങ്കിലും അവിടെ നിന്ന് അയച്ചാൽ ഞാനത് പിടിച്ചെടുത്തിരിക്കും. അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് തെളിയിക്കണം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട്. ചിലരങ്ങനെയല്ല. ചിലർക്ക് അവരുടെ കുടുംബം, അവരുടെ മാഹാത്മ്യം, അവരുടെ സ്ഥാനം കാരണം അവർക്ക് യേശു സൈഡിലൂടെ പോയാൽ പോലും അവർ മൈൻഡ് ചെയ്യത്തില്ല. കാര്യം എങ്ങാനും ബാക്കിയുള്ളവരെന്നാ വിചാരിക്കും. അങ്ങനെയായിരുന്നല്ലോ യേശുവിനെ ദേവാലയത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ അവിടെ ബൈബിൾ സ്കൂളിൻ്റെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിരിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു. പരീക്ഷന്മാർ, ശാസ്ത്രിമാർ, അവരെല്ലാം ഈ കുഞ്ഞിനെ പോകുന്ന കണ്ടതാണ്. പക്ഷേ അവരുടെ അകത്തെ ആ ഡോക്ടറേറ്റ് അനങ്ങാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഷീമോൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ഓടി വന്ന കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, നാളുകളായി ഞാൻ കാത്തിരുന്ന രക്ഷയെ ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നും മൂക്കിൻ്റെ കീഴിലൂടെ യേശു പോയാലും ചിലർ അനങ്ങത്തില്ല. പക്ഷെ കാറ്റ് വീശിയാൽ മതി. ചിലർ പറയും, എനിക്ക് യേശുവിനെ കിട്ടിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ചില സ്ഥലങ്ങളിൽ നാട്ടുകാർ നമ്മളെ മഠേൻ എന്ന് വിളിച്ചേക്കാം. പക്ഷേ ആ മഠേൻ എന്ന് വിളിച്ചവൻ്റെ മുമ്പിൽ തന്നെ നിങ്ങളാണ് മിടുക്കനെന്ന് തെളിയിക്കാതെ എൻ്റെ കർത്താവ് തേവത്തില്ല. ഹല്ലേലൂയ. പല അവസരങ്ങൾ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ എന്നോട് ചിലർ പറയും, മണ്ടത്തരമാണ്, പ്രതികരിക്കണം, വിട്ടുകൊടുക്കരുത്. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ക്രിസ്തു നിമിത്തം നീ മണ്ടൻ കളിക്കാൻ. ആ മണ്ടനാന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇന്ന് അവർക്ക് തെളിഞ്ഞു, അവർ കാണിച്ചതാണ് മണ്ടത്തരൻ. എന്നാൽ ഇതാ കർത്താവ് എന്നെ ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. നമ്മൾ കേട്ട വചനം, അതാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് വീണ്ടും പറയാം, ഇവിടെ ഇരിക്കുന്നവർ, ഹല്ലേലൂയ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവർ എല്ലാവരും വന്നിട്ടില്ല. വന്നിരിക്കുന്നവർക്ക് കർത്താവ് എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷയുടെ കഴിഞ്ഞ 22 വർഷമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ദാഹിച്ചിരിക്കുന്നവരുണ്ടോ അവിടെ കർത്താവ് വിരുന്നായിരിക്കും വിളമ്പുന്നത്. അതിന് തങ്കു ബ്രദറിന് വേണ്ട, ഏത് കഴുത ഇവിടെ നിന്നാലും മർമ്മങ്ങൾ പ്രസ്താവിക്കും ദാഹിക്കുന്നവരുടെ മുമ്പിലാണെങ്കിൽ. ദാഹമില്ലാത്തൊരു ജനമാണോ ഏറ്റവും വലിയ അഭിഷക്തൻ പോലും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരിവിടെ ഉണ്ട്. അവർ തീരുമാനിച്ചിരിക്കുകയാണ്, വന്നതുപോലെയല്ല തിരിച്ചു പോകുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടായിരിക്കും, പക്ഷെ എനിക്കിത് വേണമെന്ന് ഇന്ന് ആവശ്യമുള്ളവരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വചനം അവിടെ ഇങ്ങനെയാ പറയുന്നത്. ഞങ്ങൾ പ്രസംഗിച്ച വചനം വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്തു?
കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി തന്നെ, ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആരുമായിക്കോട്ടെ. ഞാൻ സാധാരണഗതിയിൽ ആരാധനയ്ക്ക് വരുന്ന സമയത്ത് വെറുതെ പുറയിലൊക്കെ പോയി നിന്ന് നോക്കും ആൾക്കാരൊക്കെ എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ശതമാനം ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കയ്യും കെട്ടിയിരിക്കും. തങ്കു ബ്രദർ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആത്മാവിലാകാം. ഞാൻ പറയാം, തങ്കു ബ്രദർ അല്ല ഇവിടുത്തെ ശുശ്രൂഷകൻ. ഇവിടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുക ചെയ്യുന്നത്. ഇവിടെ കൊച്ചു കുഞ്ഞു പോലും നിന്നാൽ, ഒരു കൊച്ചു കുഞ്ഞു പോലും നിന്നാൽ ആ കൊച്ചു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് സാക്ഷാൽ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് വാക്കെടുത്തോ, ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞു പോലും എന്നോട് വന്ന് പറയാം, തങ്കു അങ്കിളെ കർത്താവ് എന്നോട് പറഞ്ഞു, തങ്കു അങ്കിളിനെ കർത്താവ് ഇനിയും ഉയർത്താൻ പോവുക. ശരി മോനെ, ബൈ ബൈ എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും ആമേൻ. കാര്യം ആ കൊച്ചു കുഞ്ഞിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കുക. അതിനൊരു ബെനിഹിനെ ഇറക്കുമതി ചെയ്യണമെന്നില്ല. ഒരു വാക്ക് കേട്ടുമ്പോൾ സാക്ഷാൽ ദൈവം എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ അത് അതുപോലെ നടക്കും. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാനും കർത്താവുമായിട്ട് ചെറിയ ഒരു പിണക്കത്തിലൊക്കെ ഇടയ്ക്ക് പോകും. ഞാൻ പറയും, ചുമ്മാതിരുന്ന് എന്നെ വലിയൊരു വാക്ക് കേൾപ്പിച്ചതാ, അതുകൊണ്ട് ഇനി തന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് ആരാ ശുശ്രൂഷിച്ചതെന്നൊന്നുമില്ല, ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയം മുതൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുപോലെ ശുശ്രൂഷയ്ക്ക് ഞാൻ പോയത് ഒരു കർത്താവിൻ്റെ ദാസൻ വരുന്നു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയില്ല. പക്ഷേ അദ്ദേഹം വരുന്ന മുമ്പേ ഏതെങ്കിലും പിള്ളേരാണേലും വന്ന് എന്തെങ്കിലും പറയും, ഞാനതങ്ങ് ഏറ്റെടുക്കും. ബാക്കിയുള്ളവർ സാറന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കും, മെയിൻ ആൾ വരട്ടെ. അത് കഴിയുമ്പോൾ അഭിഷക്തൻ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം പറയുമ്പം ഏറ്റെടുക്കാൻ കുറച്ച് പേര് ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. തുടക്കം മുതൽ എനിക്കറിയാം 2 or 3 പേര് എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ വരുമ്പോൾ യേശു വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പോലും, സ്റ്റേജിൽ നിന്നൊന്നും കയറണ്ട, എൻ്റെ അടുത്തിരിക്കുന്ന ആൾ പോലും എന്നോട് പറയാം, കർത്താവ് എന്നോട് പറയുന്നു നിങ്ങളെക്കും ഇത് ചെയ്യാൻ പോകും. അപ്പോൾ ഞാനത് ഏറ്റെടുക്കും. കാര്യം കർത്താവ് പറഞ്ഞതാണ്. അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ, ദൈവം എന്നോട് സംസാരിച്ച, ദൈവം എന്നോട് വാക്ക് പറഞ്ഞതുപോലെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഏതാ കേട്ട വചനം വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്നാ ചെയ്തു? വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങൾ കേട്ട വചനം ഇത് എനിക്ക് വേണ്ടിയാന്ന് വിശ്വസിച്ചാൽ ആ വചനം അതുപോലെ തന്നെ നടക്കുന്ന വരെ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വഴിയൊരുക്കും, ക്രിയ ചെയ്യും, എത്തിക്കേണ്ടടുത്ത് എത്തുക തന്നെ ചെയ്യും. വചനം എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ദൈവം എന്നോട് സംസാരിച്ചതാണ് എന്ന് ഏറ്റെടുത്ത് നോക്കിക്കേ. അത് ഏറ്റെടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയാം, ഒരു നല്ല ദൂത് കേൾക്കുമ്പോൾ ദൂത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം, അതിന് നേരെ വിപരീത കാര്യം നടക്കും അവിടെ. എന്തിനാന്ന് ചോദിച്ചാൽ ഈ കേട്ടത് നടക്കത്തില്ല എന്ന് നിങ്ങളോട് പിശാച് പറയാനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ അത്ഭുതകരമായ കാര്യം നടക്കും എന്ന് പറയുന്ന അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അത്ഭുതം പോയിട്ട് ഒരു കാര്യം നടക്കാത്ത പോലെ സാഹചര്യം മുമ്പിൽ വരും. എന്നാൽ ആ സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അതിനെ നോക്കാതെ കേട്ടത് വിശ്വസിച്ചാൽ സാഹചര്യം, ഒന്ന് ഉറക്കെ പറയാം, കാണുന്നതെല്ലാം താൽക്കാലികം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, കാണുന്നതെല്ലാം, കാണാത്തതോ നിത്യം. അപ്പം കാഴ്ചയാലല്ല നടക്കേണ്ടത്, വിശ്വാസത്താല. കേട്ട വാക്കിൻ്റെ വിശ്വാസത്താൽ നടന്നു നോക്കിക്ക്. ഒരു സാഹചര്യത്തിനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത്, അതായിരുന്നു പലപ്പോഴും നമ്മുടെ ധൈര്യം കളഞ്ഞിരുന്നത്. മാനവരാശിയുടെ ഭയപ്പെടുത്താനുള്ള കാരണം എന്താ? ഞാൻ ദൈവം പറഞ്ഞതുപോലെ കൽപ്പന അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ഭയമുണ്ടായി.
ഹല്ലേലൂയ. കുറ്റബോധമുണ്ടായി. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം അഥവാ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹമുണ്ട് ശരിയാകണമെന്ന്, പക്ഷേ കാര്യം വരുമ്പോൾ ശരിയാകുന്നില്ല. ഉള്ളിൽ ആഗ്രഹമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന്, പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. അങ്ങനെ പൗലോസ് പറയാണ്, അതേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചോളം മനസ്സുകൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ ജഡം പിന്നെയും പിന്നെയും ബലഹീനനായി തീരുകയാണ്. എന്നിട്ട് താൻ പറയുക, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ഇതിൽ നിന്നും ആര് രക്ഷിക്കും? എന്നാൽ അടുത്ത വാക്കിൽ താൻ പറയാണ്, ഹല്ലേലൂയ, എന്നാൽ കർത്താവായ യേശു നിമിത്തം ഇനി എനിക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അതിൻ്റെ കാരണം എന്താണ്? 3-ാമത്തെ വാക്യമാണ് അതിന്റെ കാരണം. വായിച്ചേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന്, ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിന് സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. നോക്ക്, ജഡത്തിൻ്റെ ബലഹീനത എത്ര നോക്കിയാലും നന്നാകാൻ പറ്റുന്നില്ല, എത്ര നോക്കിയാലും ദൈവം പറഞ്ഞിരിക്കുന്ന ലൈനിൽ നടക്കാൻ പറ്റത്തില്ല. കാര്യം പാപം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ യേശു വന്ന് എല്ലാം, അതാ യേശു പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല, അതിനെ നിവർത്തിപ്പാൻ അത്രേ വന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പറയാണ്, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരുന്നത് ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്തൊക്കെയായിരുന്നോ മനുഷ്യനായിരിക്കുന്ന എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് യേശു താൻ ഇവിടെ ചെയ്തതിന് ശേഷം, അതാണ് 2 കൊരിന്ത്യർ 5:21 വേദപുസ്തകം. നന്നായിട്ട് വായിക്കണം ബൈബിൾ. ഹല്ലേലൂയ. നോട്ട്സ് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. കാര്യം തിരിച്ചു പോയി അത് അതുപോലെ തന്നെ ഒന്നുകൂടെ കേട്ടാൽ വചനം നിങ്ങൾ ഉറയ്ക്കും. ഞാൻ എൻ്റെ ആഗ്രഹം, ഈ ഉപവാസ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനകളെല്ലാം വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവവചനം കേട്ടിട്ട് വീണ്ടും ഒരു വിഷയം വരുമ്പോൾ ഇളകിപ്പോകുന്നവരായിട്ടല്ല, ഓരോ ഉപദേശത്തിൻ്റെ കാറ്റിൽ ഒലയുന്ന ശിശുക്കളെ ആയിത്തെറ്റ് തീരാനായിട്ടല്ല, ഉറച്ചു നിൽക്കുവാനാ. പറഞ്ഞാട്ടെ, വചനം എൻ്റെ ഹൃദയത്തിലും വിടുതൽ എൻ്റെ ഹൃദയത്തിലും എൻ്റെ വായിക്കാത്ത ഇരിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വിടുതൽ നിങ്ങളുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാനുള്ള കഴിവ് നിങ്ങളുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിനുവേണ്ടി അടുത്തൊരു അഭിഷക്തനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു തങ്കു ബ്രദർ വന്നു കഴിയുമ്പോൾ ആ കറണ്ട് അടുപ്പിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ദൈവരാജ്യത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്തിക്കേണ്ടിയെടുത്തതിനേക്കാളും ചോദിക്കുന്നതിനേക്കാളും നനച്ചതിനേക്കാളും അത്യന്തപരമായി, അതാണ് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ദൈവം ഒരുക്കിയത് കാണാൻ പറ്റുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നാം കേട്ട വചനങ്ങൾ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ഞാൻ മുന്നമേ ഓർപ്പിച്ചതുപോലെ അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൽ ഇത് വിടുതലായിട്ട് മാറാൻ പോവുകയാണ്. കർത്താവായ യേശു തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തോട് ദൈവവചനങ്ങൾ താൻ ഘോഷിച്ചു. അനുഗ്രഹത്തെക്കുറിച്ചുള്ള മാർഗങ്ങൾ, വിടുവിക്കപ്പെടാനുള്ള മാർഗങ്ങൾ താൻ അവരോട് വളരെ വിശദമായിട്ട് സംസാരിച്ചു. മത്തായി 5, 6, 7 അധ്യായങ്ങൾ. ആ 7-ാം അധ്യായം അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവൻ അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനാണ്. പ്രശ്നങ്ങൾ വന്നാൽ അങ്ങനെയുള്ളൊരു വ്യക്തി തകരത്തില്ല. അതുകൊണ്ട് ഇന്ന് കേട്ട വചനങ്ങൾ അത് ഏറ്റെടുക്കാം. നമുക്ക് ധൈര്യത്തോടെ എന്ന് പറയാം, കർത്താവ് എനിക്ക് തുണ, അവൻ എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഉണ്ട്. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുത്തു വരത്തില്ല, എനിക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ല. നമുക്ക്
ധൈര്യത്തോടെ ഒന്ന് വിളിച്ചു പറയാം. എന്താ സംഭവിക്കാൻ പോകുന്നതും കൂടി ഞാൻ പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുൻപ്, ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും മാന്യതയും കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ തരും. തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന കർത്താവ്, തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങളെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ടുവരും. അതുകൊണ്ട് വിട്ടുകളയരുത്. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിൽ കൂടെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മൾ കേട്ടത്. അതുകൊണ്ട് ആ പദ്ധതി ഞാൻ എത്തുമെന്നുള്ള ധൈര്യത്തോടെ ആ വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഇന്ന് എത്ര വലിയ വിഷയത്തിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും തീരാൻ പോകുന്ന അവസ്ഥയിലാണോ? വരട്ടെ, ഞാൻ പറയാം, തീരാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നിങ്ങളെ ഉയർപ്പിക്കും. എത്ര വലിയ തകർന്ന അവസ്ഥയാണെങ്കിലും നിങ്ങളെ കർത്താവ് വിടുവിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഓരോ വചനങ്ങളും ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. കർത്താവിനാസ തങ്കുബ്രദറിൻ്റെ ബുദ്ധിയിൽ നിന്നല്ല, അത് പരിശുദ്ധാത്മാവ് മകൻ്റെ നാവിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു എന്ന് ഞങ്ങൾ ഏറ്റെടുക്കുക. വചനം ജീവിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഇന്ന് കേട്ട വചനങ്ങൾ ഇവരുടെ ഭവനങ്ങളിൽ ജീവനായിട്ട് വ്യാപരിക്കട്ടെ, സൗഖ്യമായിട്ട് വ്യാപരിക്കട്ടെ, വിടുതലായിട്ട് വ്യാപരിക്കട്ടെ, സമൃദ്ധിയായിട്ട് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ സർജറികൾ മാറിപ്പോകട്ടെ. മൂക്കിൻ്റെ വളഞ്ഞിരിക്കുന്ന അസ്ഥി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ്ങുകൾ സൗഖ്യമാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. വ്രണങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ അവിടെ എല്ലാവരും വിടുതൽ വരട്ടെ. കർത്താവിൻ്റെ കരം ഓരോ മക്കളെയും ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. ആ ജപ്തി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതിന് വേണ്ടുന്ന വഴികൾ തുറക്കട്ടെ. അനുഗ്രഹിക്കുന്നു. കർത്താവെ, വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന നന്മകൾ, വിടുതലുകൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. അത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. നമുക്ക് നാളെ കാണാം. ഇന്ന് നമ്മൾ കേട്ട ആ മെസ്സേജിൻ്റെ അവസാന ഭാഗം നമ്മൾ നാളെ കേൾക്കും. ഗോഡ് ബ്ലെസ് യു.